ഈ 5 നിയോജക മണ്ഡലത്തിലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശ്രീ കെ സുധാകരൻ കണ്ണൂരിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നൽകിയിട്ടുള്ള കനത്ത താക്കീതാണ്, കനത്ത തിരിച്ചടിയാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ കരുത്തു പകരാൻ കണ്ണൂരിന്റെ ജനപ്രതിനിധിയായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ അഭിമാനമായ നമ്മുടെ സാരഥിയായിട്ടുള്ള ശ്രീ കെ സുധാകരൻ നിങ്ങളോട് നന്ദി പറയുന്നതാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുമുമ്പായി നേതാക്കളെ, എന്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഒരു പ്രസംഗത്തിന് ഞാൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിലേക്ക് ഞാൻ വിജയിക്കാം, എനിക്ക് അവസരം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അഭിമാന വിദ്യനാവുകയാണ്. കണ്ണൂർ ജില്ല ആരുടേതെന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുന്നു. BJP-യുടേതല്ല, CPM-ന്റേതല്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതാണ് എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് UDF എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യ മുന്നണി എല്ലാവരും തിരിഞ്ഞു പോവുക. വാഹന ഗതാഗതത്തിന് തടസ്സം കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും വേഗത്തിൽ പിരിഞ്ഞു പോവുക. MP-യുടെ മറ്റ് പര്യടന പരിപാടികൾ പിന്നീട് അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ട UDF പ്രവർത്തകന്മാർ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദം പ്രകടനം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാഹന ഗതാഗതത്തിനായി ഇവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ഈ റോഡിന് ഇരുവശവും കൂടി നിൽക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരും വളരെ പെട്ടെന്ന് തന്നെ വാഹന ഗതാഗതത്തിനായി മാറിക്കൊടുക്കേണ്ടതാണ്. നമ്മുടെ നന്ദി പ്രകടന പര്യടനം ഔപചാരികമായി ഇവിടെ സമാപിച്ചതായി ജില്ലാ UDF കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. ബഹുമാന്യനായ MP-യുടെ ഔദ്യോഗികമായ പര്യടനങ്ങൾ പിന്നീട് UDF ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നതായിരിക്കും.